നിൽക്കണം. അതായത് തൂക്കുമരം, അതാ കഴുമരം എന്നാണ് ഗാലോസിന്റെ മീനിങ്. കേരളത്തിൽ ഇത് 2 ജയിലുകളിലാണ് ഉള്ളത്. ഒന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലും തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 ആളുകളെ തൂക്കിക്കൊല്ലാൻ സാധിക്കും. തിരുവനന്തപുരത്താണെങ്കിൽ അത് ഒരാളെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ നമുക്കറിയാം മേൽക്കോടതികളിൽ അപ്പീൽ പോവുകയും അവർക്ക് ഇളവ് ചെയ്ത് കിട്ടി. അങ്ങനെ ഇളവ് കിട്ടാത്തവരെയാണ് നമ്മൾ വധശിക്ഷയ്ക്കായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർക്ക് ഒരു വാറണ്ട് പുറപ്പെടുവിക്കും കോടതി, ബ്ലാക്ക് വാറണ്ട് എന്ന് പറയും. ആ തീയതിയിലാണ് ഈ എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇദ്ദേഹത്തിന്, ഈ വിധിക്കപ്പെട്ട ആളിനെ ഒരു പ്രത്യേക സെല്ലിലോട്ട് മാറ്റും. അതാണ് കണ്ടം സെല്ലെന്ന് പറയും, അതീവ സുരക്ഷാ സെല്ലെന്ന് പറയും. നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. ഈ കണ്ടം സെല്ലിൽ ഇത് അതീവ സുരക്ഷയിലാണ് ഇങ്ങനെ കഴിഞ്ഞു വരുന്നത്. തുടർന്ന് ഈ നടത്തപ്പെടുന്ന ദിവസം രാവിലെ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് വരികയും ഇദ്ദേഹത്തിന്റെ വാറണ്ട് വായിച്ച് കേൾപ്പിക്കുകയും തുടർന്ന് ഉദ്യോഗസ്ഥരുടെ അകമ്പടി ഇതേപോലെ പിറകിൽ കൈ കെട്ടി ഈ ഗേൽ ഹൗസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തു വരുന്നത്. ഗേൽ ഹൗസിൽ കൊണ്ടുവന്നതിന് ശേഷം, ഗേൽ ഹൗസ് ഇതിന് മുന്നോടിയായിട്ട് നമ്മളൊരു കയർ കൊണ്ടാക്കും. ജയിലിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതേ കണക്കിനുള്ള 3ഓളം കയറുകളാണ് ചെയ്യുന്നത്. ആ 3-ൽ ഒരെണ്ണം തലേ ദിവസം ബല പരീക്ഷണം നടത്തും. അതായത് ഈ നടത്തപ്പെടേണ്ട ആളിന്റെ 1.5 ഇരട്ടി ഭാരത്തിൽ ഈ വലിച്ചു നോക്കി ബലം ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് പിറ്റേന്ന് ഉപയോഗിക്കുന്നത്. ആ ഗേൽ ഹൗസിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ കൃത്യം നിർവഹിക്കുന്ന ആൾ, അത് പണ്ട് ആരാച്ചാർമാരായിരുന്നു, ഇപ്പൊ അങ്ങനെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഇപ്പൊ ആർക്ക് വേണോ ആവാം. ജയിൽ അധികൃതർക്ക് മുൻഗണന ഉണ്ട്. അവരായില്ലെങ്കിൽ പുറമേ ഉള്ള ആളുകൾക്കാവാം. പുറമേ ഉള്ള ആളുകൾ അപേക്ഷ ക്ഷണിക്കുകയും അവരൊക്കെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് 2 ലക്ഷം രൂപ പാരിതോഷികം കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇയാൾക്ക് മുഖം മൂടിക്കൊടുക്കുകയും ഈ കയർ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കെട്ട് ഈ ഭാഗത്തിടുകയും ചെയ്യും. കെട്ട് ഇങ്ങനെയാണ്. ഇത് പണ്ടത്തെ സിസ്റ്റമാണ്. നിലവിൽ ഈ നോട്ടാണ്. ഇങ്ങനെയാണ് ഇത് ഇടുകയും തുടർന്ന് നിർദ്ദേശാനുസരണം ഈ ലിവർ വലിക്കുകയാണ് ചെയ്യുന്നത്. ലിവർ വലിക്കുമപ്പം ആള് താഴെ പോവുകയാണ് ചെയ്യണം. ആള് താഴെ പോയി ഇങ്ങനെ 1 മണിക്കൂറോളം സമയം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. 1 മണിക്കൂറിന് ശേഷം മെഡിക്കൽ ഓഫീസർ മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് അഴിച്ചെടുക്കുന്നതും ബന്ധുക്കളുണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് ശരീരം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് മരിച്ചില്ല എന്നുണ്ടെങ്കിൽ മരിക്കുന്നവരെ തൂങ്ങിയിട്ടേക്കും. അതിനാണ് ഹാങ് അണ്ടിൽ ഡെത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ 1991 ശേഷം നമ്മളെ കേരളത്തിൽ ആരെയും വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. റിപ്പർ ചന്ദ്രൻ എന്ന് പറയും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റിപ്പർ ചന്ദ്രനെ അവസാനം അവർ തൂക്കിയിട്ടുള്ള, അതിനുശേഷം ആരെയും തൂക്കിക്കൊന്നിട്ടില്ല. ഇതാണ് നമ്മളെ ഗേൽ ഹൗസ് സിസ്റ്റം എന്ന് പറയുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഫുള്ള് ഇയാളെ ഫുള്ള് ആരോഗ്യവാനാണെന്ന് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ നടത്തില്ല. എന്തെങ്കിലും ചെയ്യില്ല. അത് കോടതി റിപ്പോർട്ട് ചെയ്ത് മാറ്റിക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം നിലവിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ല, ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ മാതൃകയാണ്. തിരുവനന്തപുരത്ത് ഒരാളെ തൂക്കാൻ പറ്റും.